വെള്ളത്തിന് വിശ്വസിക്കരുത്. വഴി കാണുന്നവനെ ഒന്നും വിശ്വസിക്കാൻ പോകരുത്. ആളെ ഞാൻ വിശ്വസിക്കും. വഴി കാണുന്നവനെ മാത്രമല്ല പരിചയമുള്ളവനെയും. ഇതിൽ എഴുതിയേക്കുന്ന നിങ്ങൾ സൂമൻ ചെയ്തോളൂ. ആരും ഇല്ലാന്നായിരിക്കും ഞാൻ ഇതിൽ എഴുതിയേക്കുന്ന ആരും ഇല്ലാന്ന് പറഞ്ഞ അതിനകത്ത് എഴുതിയേക്കുന്നത് ഓർമ്മയില്ല ഗായ്സ്. കണ്ടോ? അപ്പൊ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഗൈൻ. അപ്പം ബിഗ് ബോസ് സീസൺ 8 ഫസ്റ്റ് എപ്പിസോഡ് വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. കിഡിലോ എന്ന് പറഞ്ഞാൽ കിഡില് നമ്മൾ ഉദ്ദേശിച്ച അതേ കുത്തിത്തിരിപ്പ് കാര്യങ്ങളല്ല അതേ വന്നിട്ടുണ്ട്. കുതുകാല് വെട്ടലും കുത്തിത്തിരിപ്പായാലും ശരി, ജഡ്ജസിന്റെ ഭാഗത്തു നിന്നായാലും ശരി, നമ്മള് കോണ്ടസ്റ്റുകളുടെ ഭാഗത്തു നിന്നായാലും ശരി, ഒരു രക്ഷയില്ല. സാധാരണക്കാരെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷയില്ല. നമ്മൾ സാധാരണക്കാരൊക്കെ തന്നെയാണ്, നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ഇങ്ങനത്തുള്ള ആൾക്കാർ, നമ്മൾ ഇങ്ങനത്തുള്ള കണ്ടന്റാണ് വേണ്ടത് സത്യം പറഞ്ഞ. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന കണക്ക് പല രീതിയിലുള്ള ആൾക്കാരെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ശരിയാണ് പറഞ്ഞ കണക്ക്, ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. എല്ലാവരെയും അതിനകത്ത് ഇല്ലാത്ത ആൾക്കാരൊന്നും ഇല്ലടിയാ. കുതുകാല് വെട്ടലുണ്ട്, കുത്തിത്തിരിപ്പുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. അതിപ്പോ ജഡ്ജസ് ആയാലും ശരി, ഈ 40 കോൺടസ്റ്റിൽ അതിനകത്ത് ആ ഒരു സീസൺ 8 ഫസ്റ്റ് എപ്പിസോഡിൽ വന്ന ആൾക്കാരായാലും ശരി, ഒരു രക്ഷയില്ല. നല്ല പ്രകടനം. നമുക്ക് ഇത് തന്നെയാണ് വേണ്ടത്. ഒരു ലെഗ് പീസിന് വേണ്ടിയിട്ട് അടികൂടുന്ന കുറെ ആൾക്കാരാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ബിഗ് ബോസ് സീസൺ 8 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഗൈസ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റില് തന്നെ പൂജയ്ക്ക് എന്താ പറയാനുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ജസ്റ്റ് ആ ഗെയിമിനെ എന്താണ് പൂജയ്ക്ക് സംഭവിച്ച ആ ടാസ്കിൽ നിന്ന് എനിക്കൊന്ന് മനസ്സിലാക്കി തരാനുള്ളത്. ഓൾറെഡി അവനായിട്ട് പരിചയമുള്ള കാരണം അവൻ താന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വിശ്വസിച്ചു. അന്നേരം ബിഗ് ബോസിൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. തുടക്കത്തിലേ തന്നെ നമുക്ക് അത് മനസ്സിലാക്കി തന്നു. ഒരാളെ വിശ്വസിക്കരുത്, കുടിച്ച വെള്ളത്തിന് വിശ്വസിക്കരുത്. വഴി കാണുന്നവനെ ഒന്നും വിശ്വസിക്കാൻ പോകരുത്. ആളെ ഞാൻ വിശ്വസിക്കും. വഴി കാണുന്നവനെ മാത്രമല്ല പരിചയമുള്ളവനെയും. അപ്പൊ ഗൈസ്, നിങ്ങൾ കേട്ടില്ലേ? ഇത് നിങ്ങൾ കേക്കൂ. പച്ചവെള്ളത്തിൽ ഒരുത്തനെ പോലും വിശ്വസിക്കരുത് എന്നാണ് നമ്മളെ പൂജ പറയുന്നത്. ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. ശരി, നമ്മൾ ഇന്ന് കാണും നമ്മളിപ്പം നമ്മൾ കൂടെ ഇരിക്കുന്ന ആൾക്കാരെ പോലും ശരി പറയാൻ പറ്റത്തില്ല. നമുക്കിട്ട് കുനിഞ്ഞ് ഇട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, ആ രീതിയിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇതിനകത്ത് കാണാൻ പറ്റും. പൂജ പറയുന്നതിലെ കാര്യമുണ്ട്. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് എന്നാണ് നമ്മളെ പൂജ ബേട്ടി പറയുന്നത്. അപ്പൊ ചേച്ചി ബാക്കി പറ, കേക്കട്ടെ. ഇതാണ് ഞാൻ പഠിച്ചത്. ഇനി ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ടായിരുന്നു. അർഹതപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് കിട്ടും. അത് നഷ്ടപ്പെട്ടു പോയാലും കിട്ടുമെന്നുള്ള കഴിവും പരിശ്രമവും ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് വെക്കുക. അർഹതയുള്ളതാണെങ്കിൽ തേടി എത്തിയിരിക്കും. അർഹത ഉള്ളതാണെങ്കിൽ സത്യം പറഞ്ഞാൽ കിട്ടിയിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലെഗ് പീസിന് വേണ്ടിയിട്ട് എന്തുമാത്രം ആൾക്കാരാണെന്നറിയോ ഇതിനകത്ത് കിടന്ന് ഇതാക്കുന്നത്. അപ്പോൾ അതൊക്കെ പോട്ട് അതൊന്നും വിഷയമുള്ള കേസല്ല. പക്ഷെ അതിനകത്ത് ഈ ഒരു ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് അതിനകത്ത് അവരെ എഫോർട്ട് ഞാൻ അവരെ കുറ്റം പറയല്ല. ഞാൻ ഈ ലെഗ് പീസ് എന്ന് പറഞ്ഞ് കളിയാക്കിയൊന്നുമല്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു കോണ്ടന്റിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞാണ്. ആരെയും കാര്യമാക്കുന്നില്ല. നിങ്ങൾ കോണ്ടന്റ് എന്നുള്ള രീതിയിൽ മാത്രം എടുക്കുക. ആരെയും പേഴ്സണലി ഉപദ്രവിക്കുക അങ്ങനത്തുള്ള കാര്യങ്ങൾ മാത്രം ഒന്നും ഞാൻ ചെയ്യുന്നൊന്നുമില്ല. നിങ്ങൾ ആ ഒരു ഇതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ മാത്രം കണ്ടാൽ മതി. പേഴ്സണലി ഒന്നും പറയല്ല. നമ്മളെ കൂട്ടുകാരായ പോലും നമ്മളെ ബന്ധുക്കളായാൽ പോലും നമ്മളെ റിലേറ്റീവ്സ് ആരായാലും പോലും പച്ചവെള്ളത്തിൽ വിശ്വസിക്കരുത്. കാരണം ആ ഒരു ഇതിനകത്ത് വന്നപ്പം തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേ. വാ ശരിയാക്കി തരാം, ഇപ്പം ശരിയാക്കി തരാം, വാ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർ പോലും ഇട്ട് പണി കൊടുക്കാന്ന് വെച്ചാൽ അമ്മാതിരി ഒരു തീവാർന്ന പോരാട്ടം തന്നെ ആയിരിക്കും അതിനകത്ത് നടക്കാൻ പോകുന്നതും ഇപ്പൊ നടന്നു കഴിഞ്ഞതും. ഫസ്റ്റിലേ തന്നെ ഇമാതിരി ഒരു തീ കൊളുത്തിയ പരിപാടിയാണെങ്കിലേ പിന്നെ അങ്ങോട്ട് പറയേണ്ട കാര്യമില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇത് മാത്രമല്ല, ഈ ഇരുന്ന് പറയുന്ന ജഡ്ജസ് ഉണ്ടല്ലോ, ജഡ്ജസ്മാര്, അയ്യോ നമുക്കൊന്നും പറയാനില്ല. ഈ ജഡ്ജസ്മാര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് കുത്തലാണ്. അതൊക്കെയാണ് സത്യം പറഞ്ഞ ഒരു പ്രോഗ്രാമിന്റെ നല്ല കൊണ്ടുവന്നത്. ആൾക്കാർക്ക് വേണ്ടത് ഇതാണ്, മനസ്സിലായോ? കുത്തിത്തിരിപ്പും കുതുകാല് വെട്ടലും അങ്ങനത്തുള്ള കുറ്റം പറച്ചിലും ഇതൊക്കെയാണ് ആൾക്കാർക്ക് വേണ്ടത്. അപ്പൊ ആ ഒരു സംഭവം ഇതിനകത്ത് കാണുന്നുണ്ട്. കാരണം ഞാനിത് പറയുന്നത് വെച്ചാൽ നോർമലി ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഇത് പക്ഷേ നമ്മളൊരു വീഡിയോക്കകത്ത് കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പരിസരത്തോ അല്ലെങ്കിൽ നമ്മൾ കണ്ണിൽ കാണുമ്പോൾ മാത്രമാണ് നമുക്കത് വിശ്വാസം ഉറപ്പിച്ചാവുന്നത്. കാരണം നമ്മൾ ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. സീസൺ 4 റിയാസ് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്ത സമയത്ത് ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അട്ടിച്ച് റിയാസിനെ ഇരുത്തിയാനെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ട്? അല്ല, അവിടെ അഖിൽമാരുടെ പൊളിറ്റിക്സ് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ഒരാൾ. ഈ പറഞ്ഞ ജഡ്ജസ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് കുത്തുകയാണ്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുമ്പോഴേ തന്നെ ഒരു കളിയുടെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന്റെ ഒരു ഇത് ആവേശം കൂടി വരുന്നത്. ഈ പറഞ്ഞതിനകത്ത് മനസ്സിലായി എന്താന്ന്, റിയാസിനെ എന്തായാലും കഴിഞ്ഞ ഒരു റിയാസിന്റെ ആ സീസണിൽ കണ്ടു കഴിഞ്ഞാൽ റിയാസിനെ വാരിയിട്ട് അലക്കാനേ തോന്നത്തുള്ളൂ. അത് കണക്കാൻ അഖിൽമാരാന്റെ കേസ് പറയുകയാണെങ്കിലും ഈ റിയാസിന്റെ കേസ് പറയുകയാണെങ്കിലും രണ്ടുപേരും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിനെ തള്ളിപ്പറഞ്ഞ രണ്ടുപേരാണ്. ഞഞ്ഞാ കുഞ്ഞൊന്നും പറയാനിട്ട് ഒരു കാര്യമില്ല. ഇവരെയൊക്കെ മനഃപൂർവ്വം എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഇതിനകത്ത് പിടിച്ചോണ്ട് ഇരുത്തിയാണെന്നാണ് തോന്നുന്നത്. അത് തന്നെ സംഭവം മനഃപൂർവ്വം ഇതിനകത്ത് പിടിച്ച് ഇരുത്തിയതാ. കാരണം
ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലിൽ കളിയല്ലേ. അപ്പൊ ആ ഒരു രീതിയിൽ ഇതിനകത്ത് കൊണ്ട് അവരെയൊക്കെ ഓരോരോ അകത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം പുറത്തെങ്ങനെ കൊണ്ടുവരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇപ്പൊ ഈ റിയാസ് സെലക്ട് ചെയ്ത ആ ഒരു കൊച്ചുണ്ടല്ലോ, ആ ഒരു പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന്റെ ഒരു വർത്തമാനം നമുക്കത് കണ്ടുപോകാം. സംഭവം കോമഡി തന്നെ, മനസ്സിലായോ? അതാണ് നേരത്തെ പറഞ്ഞ കണക്കായിരുന്നു. പച്ച വെള്ളത്തിൽ വിശ്വസിക്കരുതെന്ന് പറയുന്ന ഇതാണ് ഇപ്പൊ കാണിച്ചു തരാം. നിനക്ക് ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ആരാണ് ബിഗ് ബോസിൽ? എനിക്ക് അതിനകത്ത് വരെ, അതായത് അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് അഖിൽമാരായിരുന്നു. അഖിലിന്റെ പൊളിറ്റിക്സ് ഇഷ്ടമല്ലാത്ത ആള് വരാൻ പറഞ്ഞപ്പോ അനക്കല്ലേ ചാടി ഓടി അവിടെ വന്നത്? അതെന്തുകൊണ്ടാണ് പുറത്തുള്ള പൊളിറ്റിക്സിനോട് എനിക്ക് താല്പര്യമില്ല. അഖിൽമാരാന്റെ വേർഷൻ എനിക്ക് അക്സെപ്റ്റബിൾ അല്ല. സോ അതുകൊണ്ട് ആ വ്യക്തിയെ അങ്ങനെ കൺസിഡർ. അതാണ് ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്, മനസ്സിലായില്ലേ? ആദ്യം ഒരാൾ പറഞ്ഞു നിന്നപ്പിൽ കൂടെ നിന്ന് കോൺടസ്റ്റ് ആരോ മറ്റേ ഈ പൂജയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേന് നിന്നപ്പിൽ പച്ചവെള്ളത്തെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞ ഏറ്റവും വലിയ കാരണം ഇതാണ്. ഇപ്പം അവര് എന്ന് വെച്ചാൽ അവര് സ്വയമേ സ്വന്തം കാര്യം ചിന്താവാതെ സ്വന്തം കാര്യത്തിന് വേണ്ടി എന്തും ചെയ്യും, എന്തും പറയും എന്നുള്ളൊരു രീതിയാണ് ഇപ്പൊ ഈ ഒരു കൊച്ചും പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്ന് അഖിൽമാരെ ഇഷ്ടമല്ല അങ്ങനത്തെ ഉള്ള രീതി പറഞ്ഞു എണീറ്റ് വരാൻ പറഞ്ഞപ്പോഴത്തേന് ആ കൊച്ചിനെ എണീറ്റ് വന്നു. ഇവിടെ വന്നപ്പോഴത്തേന് ഫ്ലോറിൽ കയറിയപ്പോഴത്തേന് അതിന്റെ സ്വഭാവം അങ്ങ് മാറി. അതിന്റെ സ്വഭാവം മാറിയപ്പോൾ നേരെ അഖിൽമാരാന്റെ സപ്പോർട്ടായി. ഇതൊക്കെയാണ് വേണ്ടത്. അവർക്ക് എങ്ങനെ അറിയാം, എങ്ങനെ പറഞ്ഞ് നിൽക്കണോന്ന് അവർക്കറിയാം, മനസ്സിലായോ? എങ്ങനെ പറഞ്ഞു നിൽക്കുന്നോ അതാണ് അവർ നോക്കുന്നത്. അതാണ് സാധാരണക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. ഈ പറയുന്ന കണക്ക് ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു മാന്യതാണ്, മര്യാദ അങ്ങനത്തെ ഉള്ള ഇതൊന്നും കാണത്തില്ല. ഇതെന്തോ എങ്ങനെയും ഇതൊന്നും ജയിച്ചു കയറണം, എങ്ങനെയും എന്ത് ചെയ്തിട്ടായാലും ഞാൻ ആരെ കൊന്നിട്ടായാലും എന്ത് പരിപാടി ചെയ്ത് അങ്ങനത്തെ ഉള്ള ഒരു മൈൻഡുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ നിലവിൽ ഈ ഒരു ബിഗ് ബോസിനകത്ത് വന്നിരിക്കുന്നത്. എന്തായാലും പരിപാടിയെല്ലാം കൊള്ളാം, കേട്ടോക്കട്ടെ. അതാണ് റിയാസിന് തിരിച്ചറിയാതെ പോയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ലാലേട്ടനാണ്. എനിക്ക് ഇഷ്ടമല്ലാത്ത രാഷ്ട്രീയം അദ്ദേഹം ചൂസ് ചെയ്താൽ ഞാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് ചേരില്ല. അത്രേ ഉള്ളൂ, മനസ്സിലായോ? പേഴ്സണലി നമുക്ക് അഫക്ട് ചെയ്യുമ്പോഴത്തേന് പേഴ്സണലി നമ്മൾ കളം അങ്ങ് മാറ്റും. നിന്ന നിപ്പിൽ ആ ഒരു കളം അങ്ങ് മാറും, അപ്പുറത്തോട്ടങ്ങ് മാറും. എന്ന് വെച്ചാൽ രണ്ട് വള്ളത്തിൽ കാല് വെക്കുന്ന ആ ഒരു പറയത്തില്ല, അതാണ് സംഭവം. അപ്പം അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന ഈ കൊച്ചും കാല് മാറിയിരിക്കുകയാണ്, നമ്മളെ അഖിൽമാരും കാല് മാറിയിരിക്കുകയാണ്. അവർക്ക് പറയാമല്ലോ ലാലേട്ടന്റെ പൊളിറ്റിക്സ് അവർക്ക് എന്താണെങ്കിലും പറയാം. കാരണം ഇതിന്റെ ഒരു പോക്ക് അതാണ്, ഒരു ലെവലിൽ ഒരു പീക്ക് ലെവലിൽ കൊണ്ടെത്തിക്കാനുള്ള ഉദ്ദേശം ഇതാണ് വരെ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ രഞ്ജിനി ഹരിദാസന് ഇതിനകത്ത് എല്ലാവർക്കും ഊക്ക് കിട്ടിയിട്ടുണ്ട്. അഖിൽമാരാരിന് കിട്ടിയിട്ടുണ്ട്, രഞ്ജിനി ഹരിദാസ് ജഡ്ജസ് ആയിട്ട് വന്ന അഖിൽമാരാരിന് കിട്ടിയിട്ടുണ്ട്, രഞ്ജിനി ഹരിദാസിന് ഊക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ റിയാസിന് വരെ ഊക്ക് കിട്ടിയിട്ടുണ്ട്. ഇവരൊക്കെ വലിയ അതിനകത്ത് വന്നിരുന്നിട്ട് ഇപ്പൊ തന്നെ നമ്മൾ പറയുന്ന കണക്കാണ് കാര്യങ്ങൾ. ആരും മിണ്ടത്തില്ലെന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ, കണ്ടസ്റ്റന്റ് അല്ലേ, അപ്പൊ അത് കണക്ക് അവർ റെസ്പെക്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും അല്ല ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് രഞ്ജിനി ഹരിദാസിന് കിട്ടിയ പരിപാടി ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. വർഷയുടെ ഏറ്റവും ഫേവറേറ്റ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആരാണ്? രഞ്ജന ചേച്ചി ഇതിന് ഒരു ടൈറ്റിൽ വിന്നർ ആകാൻ എഴുതിയേക്കുന്ന വേറെന്തോ ആണ്, ബട്ട് ഓക്കെ. എഴുതിയേക്കുന്ന നിങ്ങൾ സൂമൻ ചെയ്തോളൂ. ആരും ഇല്ലാന്നായിരിക്കും ഞാൻ എഴുതിയേക്കുന്ന ആരും ഇല്ലാന്ന് പറഞ്ഞ അതിനകത്ത് എഴുതിയേക്കുന്നത് ഓർമ്മയില്ല ഗായ്സ്. കണ്ട ഓർമ്മയില്ല. ഈ ഒരു പെണ്ണിന്റെ ഓർമ്മയില്ല, എന്താ എഴുതിയെന്ന് ഓർമ്മയില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ഇതിനകത്ത് കേറണം, ഇതാവണം. അപ്പൊ അതിനകത്ത് എഴുതിയേക്കുന്ന എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ കേൾപ്പിക്കാം. വർഷ അന്ന വിജയ് അല്ലേ എഴുതിയേക്കുന്ന പേരാരാ? It says you admire Pearly Mani as a contestant. Is it? അല്ല എപ്പോ സംഭവിച്ചു? അല്ല എന്റെ എഴുതി കുഴപ്പമില്ല, ഐ എം നോട്ട് ഫൈറ്റിംഗ് ഇറ്റ്. ഞാനെന്ന് പറഞ്ഞപ്പോ ഞാൻ ഷോക്കായി പോയി. അത് പെട്ടെന്ന് ഒരു സോമാറിയുണ്ടോ, മീൻസ് എന്തുവാ ഒരു കാര്യം നമുക്ക് സാധിച്ചെടുക്കാൻ വേണ്ടിട്ട്. ഇപ്പം ഞാൻ ഇപ്പൊ പറയാം, രഞ്ജിനി ഹരിദാസിന് ഒന്ന് സോപ്പിട്ട് ഒന്ന് സോപ്പിട്ടിട്ട് കയറ്റുമോ, ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകും എത്തിക്കുക എന്നുള്ള രീതിയിലാണ് ഈ കൊച്ചന്തരം പറഞ്ഞത്. ഏറ്റവും ഇഷ്ടപ്പെട്ട കോണ്ടസ്റ്റന്റ് ആരാന്ന് പറഞ്ഞപ്പോഴത്തേന് രഞ്ജിനി ഹരിദാസ് ഫസ്റ്റ് അടി. അതിനകത്ത് എഴുതിയേക്കുന്നത് ആരാ? പേളയെ മാളി, അടിപൊളി ആടക്കുന്നു. കണ്ടോ, മനസ്സിലായ? ഇതൊക്കെയാണ് വേണ്ടത്. ഇപ്പം ഈ ഒരു ഇതല്ല, ഇപ്പൊ ഈ പറഞ്ഞ വർഷ എന്ന് പറയുന്ന കൊച്ചിന്റെ ഇൻസ്റ്റഗ്രാമിൽ ആ കൊച്ചു തന്നെ എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ട് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. അത് നമുക്കൊന്ന് കണ്ടുപോകാം. ഹലോ ഗൈസ്, ഞാൻ വർഷ. നിങ്ങൾ എന്നെ കുറച്ച് പേർക്ക് ഹോട്ട്സ്റ്റാറിൽ ബിഗ് ബോസ് അഗ്നിപരീക്ഷ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ കണ്ടു കാണും. എപ്പിസോഡ് ഏഷ്യാനെറ്റ് ടെലികാസ്റ്റ് ആവാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് മുന്നേ ഞാൻ കുറേ വീഡിയോസ് എൻ്റെ തംബ്നെയിൽ വെച്ചിട്ട് വരുന്ന കണ്ടു. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് തരണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് ഞാൻ വീഡിയോ ആയിട്ട് വന്നതാണ്. പിന്നെ ഇതൊക്കെ ഒരു ഭാഗമാണ്, പാർട്ട് ഓഫ് ഗെയിം.
സംഭവം വേറെ ഒന്നുമില്ല. ജിയോ ഹോട്ട്സ്റ്റാർ വരുന്നതിന് മുമ്പേ ഈ ഒരു എക്സ്പ്ലനേഷൻ അതിനകത്തിട്ട് ഇത് ഈ വർഷയുടെ തന്നെ കുറെ വീഡിയോസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. മീൻസ് എന്താണ് വർഷ കുത്ത് കാല് മാറി, നിന്ന നിപ്പിന് കാല് മാറി, സോപ്പ് ഇടക്കം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ജിയോ ഇതിനകത്ത് വരുന്നതിന് മുമ്പ് എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പേ ചേച്ചി വന്നിരുന്ന് ചേച്ചിയുടെ ഇൻസ്റ്റഗ്രാമിൽ ആദ്യമേ അങ്ങ് അപ്പോളജൈസ് ചെയ്തെന്ന് തന്നെ പറയാം. നിരപരാധികം മാപ്പ് പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയാം. എന്തായാലും കൊള്ളാം. എപ്പിസോഡ് ഇറങ്ങുന്നതിന് മുമ്പേ മാപ്പ്. എപ്പിസോഡ് ഇറങ്ങി കൊള്ളാം. ബാക്കി പറ കേക്കട്ടെ. ഞാൻ അതിനെയൊന്നും വലിയ ഇതായിട്ട് എടുക്കുന്നില്ല, അതിനൊന്നും പ്രശ്നമില്ല. ഓരോരുത്തർക്കും ഓരോ കണ്ടന്റ്സ് വേണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ കണ്ടന്റാണിത്. ഞാൻ അവിടെ നടന്ന് എന്താണെന്നുള്ളത് പറയാം. അപ്പം ആരാണ് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി എന്ന് ഞാൻ ഓൾറെഡി എഴുതിയിരുന്നത് പേളി മണി എന്നായിരുന്നു. കാരണം ഞങ്ങൾക്കതൊരു 1 month മുന്നേ തന്ന ക്വസ്റ്റ്യൻ ഞങ്ങൾ ഓഡീഷൻ ടൈമിൽ പോയപ്പോൾ തന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. അപ്പം ഞാനതിൽ എഴുതി ഓഡീഷൻ ടൈമിൽ 1 month മുമ്പേ തന്ന സാധനമാണ്. പക്ഷെ ഈ ഒരു വർഷ അതിനകത്ത് കയറി പറഞ്ഞ് അറിയത്തില്ല ഗായ്സ് എന്ന് പറഞ്ഞു. ആ സാധനം ഇവരെ കയ്യിൽ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ച് കാണത്തില്ലായിരിക്കും. വർഷം ഒരിക്കലും പ്രതീക്ഷിച്ച് കാണത്തില്ലായിരിക്കും. അതായിരിക്കും സംഭവം. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെന്ന്. അടുത്ത് കൈ പിടിച്ചപ്പോഴത്തേക്ക് പോയി അതിനകത്ത് എഴുതിയേക്കുന്ന പേളി മണിന്നാണല്ലോ. പിന്നെ അതിനൊരു എക്സ്പ്ലനേഷനായിട്ട് വന്നേക്കാണ് നമ്മളത്. ആദ്യം പറഞ്ഞ് അത് കേട്ട് നമുക്ക് പറയാം. അത് പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. ആരും എഴുതിയിട്ടില്ല എന്നാണ് അതിനകത്ത് പറഞ്ഞിരുന്നത്. പിന്നെ രഞ്ജിനി ഹരിദാസ് പറഞ്ഞപ്പോഴാണ് പേളി മണി എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ബാക്കി പറ. അതിനുശേഷം ഈ കഴിഞ്ഞ മന്ത് കുറച്ച് വിഷയങ്ങളുണ്ടായി. പേളി മണിയെ അൺഫോളോ ചെയ്യുകയും അതുപോലെ അവരുടെ സൈഡിൽ നിന്നുള്ള സംസാരങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ സ്റ്റേജ് ചോദിച്ചപ്പോൾ ഞാൻ അത് പറയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് രഞ്ജിനി ചേച്ചി എന്ന് ആദ്യം തന്നെ, കാരണം സേഫ് സോൺ അതാണ്. അങ്ങനെ പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമില്ല. പറയാനുള്ളത് എവിടെയായാലും പറയണം. ഇത്രയും ഇതുവരെ വന്നല്ലോ. രഞ്ജിനിന്ന് പെട്ടെന്ന് പറയാൻ പറ്റുമല്ലോ. മീൻസ് അതിൻ്റെ മനസ്സെന്ന് ഉദ്ദേശിക്കുന്നത് സോപ്പിട്ട് എങ്ങനെയെങ്കിലും ഇതിനകത്തൊന്ന് ഇന്നാവാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണ് നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാവും. അപ്പം ആ ഒരു ഇതാണ് അവിടെ ഇതാക്കേണ്ടത്. എന്തുകൊണ്ട് കാരണം കറക്റ്റായിട്ട് പറഞ്ഞായിരുന്നെങ്കിൽ അവർ പിന്നെ അതൊരു ഇതായനായിരുന്നു. സ്വാഭാവികമായിട്ടും രഞ്ജിനിയുടെ മുഖം കണ്ടിട്ട് സ്വാഭാവികമായിട്ടും അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലാണ്. കാരണം അതിനകത്ത് എഴുതിയേക്കുന്ന പേളിയുമാണെന്നും നിങ്ങൾ പറഞ്ഞത് വർഷ പറഞ്ഞത് എന്താണ് രഞ്ജിനി ഹരിദാസ് എന്ന കള്ളത്തരം പൊളിഞ്ഞില്ലേ അവിടെ ഒന്ന് ഇത് ചെയ്തൊക്കെ. മീൻസ് എന്തോ പെട്ടെന്നുള്ള ഒരു ഉടായ്പ്. അപ്പോൾ ഗെയിമിന്റെ ഭാഗമായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. കൊള്ളാം വെരി ഗുഡ് അടിച്ചു കയറി വാ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എന്താണ് അവിടെ ഇതല്ലല്ലോ എഴുതിയേക്കുന്നത് പറഞ്ഞത്. അപ്പം ഞാൻ സ്റ്റേജിൽ വെച്ചൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നു ഇന്ന കാരണത്താലാണെന്നുള്ളത്. പക്ഷെ അത് കട്ടായി പോയിട്ടുണ്ട്. അത് വന്നിട്ടില്ല എപ്പിസോഡിൽ. സോ അത് അവരുടെ സ്ട്രാറ്റജിയാണ്. പിന്നെ ഒത്തിരി ലെങ്തി എപ്പിസോഡായിരുന്നു. അപ്പം അവർക്കും അത് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നായിരിക്കത്തില്ല. ചിലപ്പം മേ ബി അവരുടെ സ്ട്രാറ്റജി ആയിരിക്കാം ഇത്. പിന്നെ എന്റെ സൈഡ് എനിക്കൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എപ്പിസോഡ്സ് ഒക്കെ കാണുക. എന്നെ ഇഷ്ടപ്പെട്ടാ നിങ്ങള് അങ്ങനെയാണെങ്കിൽ ഓക്കെ. അവര് അതങ്ങനെയാണ്. ചില ലൈവായിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോ എപ്പിസോഡായിട്ട് വരുമ്പോഴത്തേനും അതിനകത്ത് അവർ കട്ട് ചെയ്തും എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോഴത്തേന് കുറച്ച് ഇതൊക്കെ ഉണ്ടാവും. അത് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവും. പോട്ടെ. എങ്കിലും ആ ഒരു വർഷം പറയാനായിട്ട് എടുത്ത ഒരു ഇതുണ്ടല്ലോ, പെട്ടെന്ന് സോപ്പിട്ട് ആളെ മറിഞ്ഞു. എന്ന് വെച്ചാല് ഈ ഒരുമാതിരി 2 സോളം കാണിച്ച് എന്നൊക്കെ പറയാലോ. ആ ഒരു ഇതേ ഉദ്ദേശിച്ചോളൂ. പോട്ട് വീട് കുഴപ്പമില്ല. എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ്സിൽ അറിയിക്കുക. അതെന്തായാലും മനസ്സിലായി. അതെന്തായാലും ഇനിയിപ്പോൾ ഫോളോവേഴ്സ് ഒക്കെ കയറിക്കോളൂ. അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫോളോ എന്തായാലും ഞാനായാലും ശരി എന്ത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പറയും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ട അങ്ങനെ പലതും പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല. എങ്കിലും ആ ഒരു ഇത് എടുക്കാനുള്ള ഒരു മനക്കരുത്തെന്നല്ല പറയാ, ആ ഒരു പെട്ടെന്നൊരു കാലുമാർക്കം കൊള്ളാം. എന്തായാലും സെറ്റ്. പിന്നെ അത് മാത്രമല്ല ഗായ്സ്, നമ്മളെ രഞ്ജിനി ഹരിദാസും അഖിൽ മാരാരും ഇവര് മൂന്ന് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമാതിരി നല്ല രീതിയിലുള്ള നല്ലൊരു കോമ്പറ്റീഷൻ, നല്ലൊരു എനിക്ക് തോന്നുന്നു മത്സരങ്ങൾ തമ്മിൽ ഇവരെ തന്നെയായിരുന്നു തോന്നുന്നു. വാവുണ്ട് ഓരോ നമ്മളൊക്കെ എന്തോ നാട്ടുപ്രദേശം ഓരോ എരിയേറ്റാൻ വേണ്ടി ചൊറിഞ്ഞിരിക്കത്തില്ലേ, അതൊരു സംഭവം തന്നെ ഇതിനകത്ത് ഇപ്പൊ നടന്നത്. അത് കാണിച്ചു തരാം. സൗണ്ട് കുറഞ്ഞാൽ എന്താ ടാസ്കിൽ മുന്നേറിയില്ലേ? അത് കാര്യമില്ല, ഒരു ടാസ്ക് ജയിച്ചിട്ടില്ല ഇവിടെ ജഡ്ജായിട്ടിരിക്കുന്നു. പക്ഷെ ബിഗ് ബോസ് ജയിച്ചു, MLA സ്ഥാനം തോറ്റു.
ഇതിനകത്ത് തന്നെ എല്ലാ 3 പേരും സത്യം പറഞ്ഞാൽ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കിയിട്ടുണ്ട്. 3 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ചൊറിച്ചിലുണ്ട്. ഇതിനകത്ത് കാണാൻ പറ്റുന്നതാണ്. ഇതൊക്കെയാണ് നമുക്ക് വേണ്ട. അയ്യോ, ഇതിപ്പോ ഞാൻ ഈ പറയുന്ന കണക്ക് ലെഗ് പീസിന് വേണ്ടിയിട്ട് കടിപിടി കൂടുന്നത് 40 പേരൊന്നല്ല, ഇവര് 3 പേരാന്ന് തോന്നുന്നു. ഇവര് 3 പേരെ കണ്ട ഇതിനകത്ത് മത്സരിക്കുന്ന എന്തായാലും സംഭവം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. എപ്പിസോഡൊക്കെ കിടിലമാണ്. അപ്പം ഒരു ലെഗ് പീസിന് വേണ്ടിയിട്ടുള്ള അടിക്ക് വേണ്ടിയിട്ട് നമ്മളെ കണ്ടസ്റ്റുകളെല്ലാം കൂടിയിട്ടുണ്ട്. അപ്പം നല്ല മനസാക്ഷിയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. കുതുകാല് വെട്ടലും കുത്തിത്തിരിപ്പുണ്ടാക്കലും പിന്നെ നിപ്പി കാല് മാറലും പിന്നെ 2 വെള്ളത്തിൽ കാല് കെട്ടുന്ന സ്വഭാവമൊക്കെ ഉള്ളത്, 2 വെള്ളത്തിൽ കാല് കെട്ടി സ്വഭാവമൊക്കെ ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. ഞാൻ ഒരിക്കലും നിങ്ങളത് പേഴ്സണലി എടുക്കരുത്. ഞാനത് വീഡിയോയ്ക്ക് വേണ്ടി കണ്ടന്റിന് വേണ്ടി മാത്രം പറയുകയാണ്. നിങ്ങൾ ആരും പേഴ്സണലി എടുക്കരുത്. കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾ എന്തെന്ന് വെച്ചാൽ ചെയ്തു. നമുക്ക് എന്തായാലും ഈ ഒരു പരിപാടി നമുക്ക് പൊളിക്കാം, കുഴപ്പമൊന്നുമില്ല, സെറ്റ്.